ഹായ്, എല്ലാവർക്കും കസ്തൂരിസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ്. പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്തിടാനായിട്ട് സമയം കിട്ടാഞ്ഞുകൊണ്ടാണ് ഇത് ഇപ്പോഴിടുന്നത്. സൺഡേ ആയതുകൊണ്ട് ചേട്ടനും മോനും എല്ലാവർക്കും അവധിയായിരുന്നു. അപ്പം അന്ന് കുറച്ച് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ ഇറച്ചി ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ വർക്ക് ഏരിയയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തപ്പം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ സോയാ സോസൊക്കെ പുരട്ടിയാണ് ഫ്രൈ ചെയ്യുന്നത്. ഇപ്പോൾ കേട്ടത് യാഷിക്കുട്ടിക്ക് അമ്മൂമ്മയുടെ വകയുള്ള ശകാരമാണ്. എൻ്റെ ചിക്കൻ ഫ്രൈ എല്ലാം കരിഞ്ഞു പോയി. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിനിടയ്ക്കൊരു കാര്യം തപ്പാൻ പോയേ, അത് ഞാൻ പറയാവേ. ഒരു വശം മൊത്തം കരിഞ്ഞതുകൊണ്ട് ഞാൻ ഒരു ഭാഗം മാത്രമേ മൂപ്പിച്ചുള്ളായിരുന്നു ചിക്കൻ്റെ. നല്ലപോലെ വെന്തതില്ലേ, അതുകൊണ്ട് പിന്നെ ഒത്തിരി മൂപ്പിക്കേണ്ടാണല്ലോ. അതാണ്ട് ഈ ഒരു സാധനം ഉണ്ടാക്കാൻ പോയത് കൊണ്ട് എൻ്റെ ചിക്കൻ എല്ലാം കരിഞ്ഞു പോയത്. എന്താണെന്ന് അറിയാമോ? കോൺഫ്ലവർ സൂപ്പാണ്. സൂപ്പിന് നല്ല ടേസ്റ്റായിരുന്നെന്ന് എല്ലാവരും പറഞ്ഞത് കേട്ടോ. ഞാനും കുടിച്ചു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കൂടെ ഞാൻ ഈ ഒരു ചില്ലി വിനീഗറും കൂടെ ഉണ്ടാക്കിയായിരുന്നു. സൂപ്പിന് കുറച്ചുകൂടെ പുളി വേണമെങ്കിൽ ഇത് ചേർത്ത് കഴിക്കാം. അപ്പം ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയേ. ചിക്കൻ ഫ്രൈ കരിഞ്ഞത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ ഈ സൂപ്പ് ഉണ്ടാക്കാൻ പോയപ്പോഴല്ലേ കരിഞ്ഞു പോയത്. സൂപ്പിന് ഞാനെല്ലാം അരിഞ്ഞു വെച്ചു, ബീൻസ് എല്ലാം അരിഞ്ഞു വെച്ചപ്പോൾ ക്യാരറ്റ് ഉണ്ടെന്ന് വെച്ചിരിക്കുമായിരുന്നു. അത് ഫ്രിഡ്ജിലുണ്ടെന്ന് രാവിലെ അമ്മ പറഞ്ഞായിരുന്നു. പക്ഷേ അത് പിന്നെ അത് കണ്ടില്ല. അത് തപ്പാൻ പോയപ്പോഴേ ഇത് കരിഞ്ഞത്. ഇപ്പോൾ ചിക്കൻ ഫ്രൈ ആയി, കോൺഫ്ലവർ സൂപ്പായി. പിന്നെ ഞാൻ വെച്ചത് ചിക്കൻ കറിയാണ്. അപ്പോൾ ചിക്കൻ കറി വെച്ചത് ചട്ടിക്കകത്ത്, എന്നും അല്ലാത്ത ഏതെങ്കിലും സ്റ്റീൽ പാത്രത്തിലാണ്. സ്റ്റീൽ പാത്രത്തിൽ പോട്ടെ, അലൂമിനിയം പാത്രത്തിലാണ് വെക്കുന്നത്, ഉരുളിയിലോ വല്ലോ. ഇന്നപ്പം ചട്ടിക്കകത്താണ് ഞാൻ വെച്ചത്. പണ്ട് അമ്മയൊക്കെ ചട്ടിക്കകത്ത് എല്ലാം ഉണ്ടാക്കത്തുള്ളായിരുന്നു. മീനായാലും ഇറച്ചിയായാലും നല്ലൊരു പ്രത്യേക ടേസ്റ്റായിരുന്നു. വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നതെല്ലാം അമ്മൂമ്മയും ആശിക്കുട്ടിയും തമ്മിലുള്ള ഫൈറ്റിംഗ് ആണ്. അമ്മൂമ്മയെ ഏൽപ്പിച്ചിട്ടല്ലേ നമ്മൾ കറി വെക്കാനൊക്കെ പോകുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേരെന്തോ? പ്രധാനമന്ത്രിയുടെ പേരെന്തോ? ആരാ അത്? പ്രധാനമന്ത്രിയാണ്. ഞാൻ കറി വെക്കാൻ പോയ സമയത്ത് അച്ഛൻ യാഷിക്കുട്ടിയെ കുറേ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്, എല്ലാവരും കയറി ഒന്ന് കാണണേ. വീട് നമ്മൾ എത്ര വൃത്തിയാക്കി ഇട്ടാലും യാഷിക്കുട്ടി അതെല്ലാം അലമ്പാക്കും. പിന്നെ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ചക്കയൊക്കെ വെട്ടി. ഒരു ചക്ക അധികം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് മുറിക്കാമെന്ന് പറഞ്ഞു. എന്നും ഞാനല്ലായിരുന്നു മുറിച്ചത്. അപ്പം ഇന്ന് ഗിരീഷേട്ടൻ മുറിച്ച് തരാമെന്ന് പറഞ്ഞു. നല്ല നല്ല അടിപൊളിയായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. എനിക്കിതുപോലെ മുറിക്കാനൊന്നും അറിയത്തില്ല. പണ്ടൊന്നും അമ്മയായിരുന്നു ഞങ്ങൾക്ക് ചക്ക വെട്ടിത്തരുന്നത്. അങ്ങനെ ചക്കയൊന്നും അധികം ഞാൻ വെട്ടിയിട്ടില്ല. എൻ്റെ ചേട്ടൻ പക്ഷേ നല്ല അടിപൊളിയായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. ഞാനും അമ്മയും കൂടെ അതെല്ലാം പറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല മധുരമുള്ള ചക്കയായിരുന്നേ. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി കുറച്ച് അമ്പഴങ്ങ പറിച്ചാലോ, നമുക്ക് ഉപ്പിലിടോ അച്ചാറിടോ ഒക്കെ ചെയ്യാമല്ലോ. ഞങ്ങളുടെ തെക്കേ വശത്തുള്ള അമ്പഴ മരമാണ്. അതേ ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ അമ്പഴങ്ങ ഉണ്ട്, എങ്കിലും കുറേ എല്ലാം അങ്ങ് മൂത്തുപോയി. ഞാനതിങ്ങനെ പറിക്കുവാണേ. നമ്മൾ കുറേ അമ്പഴങ്ങ എല്ലാം പറിച്ചെടുത്ത് ഒത്തിരി മുകളിലാണ് നിൽക്കുന്നത്. എല്ലാം ഒന്നും പറിക്കാൻ നമുക്ക് പറ്റത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ മണ്ടയ്ക്ക് കയറി നിന്ന് പറിക്കണം. മഴയൊക്കെ ആയതുകൊണ്ട് മുകളിലൊക്കെ കയറി നിൽക്കാൻ ഒരു പേടി, തെന്നിയൊക്കെ കിടക്കുമായിരിക്കത്തില്ലയോ. ഇനിയും കുറേ ഉണ്ട്, പക്ഷേ ഇതെല്ലാം കുറേ മൂത്ത് പോയി. അമ്പഴങ്ങ എല്ലാം അതുകൊണ്ട് ഇത്രയൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം ഞാനിങ്ങനെ അതിൻ്റെ എല്ലാം ഒന്ന് പൊട്ടിച്ചതിലോട്ട് വെക്കുവാണ്. ഞെട്ടെല്ലാം പൊട്ടിച്ചതിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പം കുറച്ചൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനും ഒക്കെ കൊടുത്തു. പിന്നെ കുറച്ച് ഉണ്ടായിരുന്നു, അത് ഞാനെടുത്ത് ഉപ്പിലിട്ടു. ഞാനെല്ലാം ഇട്ടത്, എൻ്റെ അമ്മയാണ് ഉപ്പിലിട്ട് തന്നത്. വേണ്ട ഇതെല്ലാം ഞങ്ങൾ 2 കുപ്പിയിലാക്കി ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനിപ്പം കുറച്ച് ദിവസം കഴിഞ്ഞ് എടുക്കണം. നമ്മളിതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, എല്ലാവരും കയറി ഒന്ന് കാണണേ. വേണ്ട ഇതെൻ്റെ അമ്മയാണ്. അമ്മ അച്ചാറിടുന്നതിൻ്റെ ഉപ്പിലിടുന്നതിൻ്റെയൊക്കെ മാസ്റ്ററാണ്. ഒരുപാട് സൈസ് അച്ചാറൊക്കെ ഉണ്ടാക്കും, എല്ലാത്തിനും നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. എങ്കിലേ ഞാനിടുന്ന വീഡിയോയുടെ എല്ലാം നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.